ഹായ്. ആ ഞാൻ സഹിതം നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കുറേ പേര് കാണും, നമുക്ക് സഹായത്തിനും കാര്യത്തിനും എല്ലാം ഓരോരുത്തർ കാണും എന്ന് വിചാരിക്കുന്നവരാണ് ഞാൻ സഹിതം എന്നെപ്പോലെയുള്ള ഓരോരുത്തരും. പക്ഷേ കാര്യത്തോടടുക്കുമ്പം ഒരു മനുഷ്യനും കാണത്തില്ല. ഒരിത് പറയുമല്ലോ, അണ്ടിയോട് എടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ ഇതെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ ആണ്. പഴഞ്ചൊല്ല് പോലെയാണ് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതും ഓരോ ഇതും സംഭവിക്കുന്നതും. പലപ്പോഴും പല ഇതിലും നമ്മുടെ രക്തബന്ധമാണെങ്കിൽ പോലും നമ്മളുടെ സ്വന്തം ഇന്ന് നമ്മൾ കരുതുന്ന ഓരോരുത്തരും നമുക്ക് കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നവർ പോലും അവസാന നിമിഷം നമ്മളെ കൈവിടുന്ന നിമിഷങ്ങൾ പലതും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. സംഭവിക്കാത്തവരായി ഈ കൂട്ടത്തിൽ ഒരു മനുഷ്യനും കാണത്തില്ല. ചിലരും പലപ്പോഴും പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവളെ കല്യാണം കഴിച്ചു, നമുക്കൊരു ബാധ്യതയില്ല. നമ്മുടെ വീട്ടുകാരുടെ കാര്യമാണെങ്കിൽ നമുക്കൊരു ബാധ്യതയില്ല. അവർ അവളുടെ കെട്ടിയവൻ്റെ വീട്ടിൽ ജീവിക്കുക, അവളെന്തോന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, എന്തിനാ കെട്ടിച്ചു വിട്ടു, അവൾ പിന്നെ എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് എടുക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൾ കല്യാണം കഴിച്ചു, അതോടെ പേരൻസിനായാലും ബാക്കിയുള്ളവർക്കായാലും റിലേറ്റീവ്സിനായാലും നമ്മുടെ ജനിച്ച വീട്ടിൽ നമ്മൾ പോയി നിൽക്കുന്നുണ്ടേ, നമ്മുടെ റിലേറ്റീവ്സിന് തുടങ്ങും ഫസ്റ്റ് ചൊറിച്ചിൽ. അവൾ എത്ര ദിവസം കാണും, നമ്മളെന്തെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലീവിലായിരിക്കും ചെന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ തുടങ്ങും നമ്മുടെ ബന്ധുക്കൾ, അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്നു, എത്ര ദിവസം കാണും അവൾ വീട്ടിൽ, എത്ര ദിവസം ഇതാക്കും, പോകുമോ, നിങ്ങൾക്കൊരു ശല്യമല്ലേ, ബാധ്യതയല്ലേ, എന്തിനാ അവരെ കൊണ്ടുവന്ന് നിർത്തുന്നത്, അവളെന്തിനാ ഇതാക്കുന്നേ, എന്തിനാ ഇങ്ങനെ എപ്പോഴും ലീവിൻ്റെ സമയത്ത് വലിഞ്ഞു കയറി വരുന്നത്, അവരെ കയറ്റാതിരുന്നൂടെ. അങ്ങനെ കുറേ പറയുന്ന നാട്ടുകാരെ കേട്ട് പല ബന്ധുക്കളും അവരുടെ ഇത് കേട്ട് ഓരോ പെൺകുട്ടികളെയും ഉപേക്ഷിക്കുന്ന ഇതാണ്. അങ്ങനെ എത്ര മരണങ്ങളാണ് ഈ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എല്ലാവർക്കും